കാറ് കാണാതായപ്പോ ഞാൻ പേടിച്ചു പോയി. നിങ്ങൾ രണ്ടാളും കൂടി എവിടെ പോയേ? അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായ്മ, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ. അയ്യോ, അമ്മ ഇപ്പൊ ഓക്കെ അല്ലേ? കുറവുണ്ട്. സുഖയില്ലേ? എന്നെ വിളിച്ചുകൂടായിരുന്നു അമ്മ? അടുത്ത അവിടെ ഉറപ്പായിട്ടും വിളിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മ? കുറവുണ്ട്. പക്ഷെ 1-2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക ഡോക്ടർ. എന്നാലും കാർ ഇതെങ്ങനെ? ഞാനാ കാറിന്റെ കീ എടുത്തു കൊടുത്തത്. അത് ശരി. അപ്പൊ നീ പറയണ്ടേ അമ്മമ്മക്ക് വയ്യ, ഹോസ്പിറ്റലിൽ പോവാൻ കാർ എടുക്കുവാന്ന്? അപ്പൊ അമ്മയും കൂടി പോവില്ലായിരുന്നോ? കാറിന്റെ കീ എടുത്താൻ അമ്മയോട് പറയാൻ വരുമ്പോ അമ്മ മിണ്ടല്ലേ എന്ന് പറഞ്ഞ ആംഗ്യം കാണിച്ച എന്നെ വിട്ടല്ലേ അമ്മ. നിങ്ങളുടെ ചർച്ച കഴിഞ്ഞ? എനിക്കൊന്ന് വിശ്രമിക്കാനായിരുന്നു. വാ, മരുന്നൊക്കെ എടുത്തല്ലോ അല്ലേ? മിസ്സായി. എന്ത് മിസ്സായി? ഇത് മനഃപൂർവ്വം ചെയ്തതാ. നീ എന്തുട്ടൊക്കെ പറയണേ? അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ എന്നെ അറിയിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സിമ്പതി നേടിയെടുക്കാനുള്ള ഏടത്തിയുടെ അടവാ ഇതൊക്കെ. നീ അകത്തേക്ക് വന്നേ. അതിലൊരു അധികാരത്തിന്റെ സ്വരം ഉണ്ടല്ലോ. അധികാരത്തിന്റെ? ആ, അധികാരത്തിന്റെ. എങ്ങനെ? ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോ ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന്. അപ്പോ അകത്തേക്ക് വരാൻ എങ്ങനെ ബഹുമാനത്തോടെ സംസാരിക്കും? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് ചെയ്യണോ വേണ്ടിയോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇതൊക്കെ മാഡത്തിന്റെ ക്ലാസ് ആയിരിക്കും. അതെ, നന്നായിട്ടുണ്ട്. ഇനി ബഹുമാനം ഒട്ടും കുറയ്ക്കുന്നില്ല. താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാം. ഈ ഏട്ടത്തി അമ്മയെ കറക്കിയെടുക്കുന്നതിന് മുമ്പ് ഈ അവസരം മാക്സിമം യൂസ് ചെയ്യണം. അമ്മ, കഞ്ഞി അവിടെ വെച്ചേക്ക് മോളെ, ഞാൻ കുടിച്ചോളാം. അത് വേണ്ട, ഞാൻ കോരിത്തരാം. അമ്മയെ ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ കാണട്ടെ ഞാൻ അമ്മേനെ എങ്ങനെയാ നോക്കുന്നേന്ന്. ഇങ്ങനെ ഒരു അവസരം കാത്തിരിക്കായിരുന്നു ഞാൻ. എന്ത്? ഞാൻ വീണ്ടും എടുക്കാനുള്ള അവസരമോ? അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. അമ്മയെ ശുശ്രൂഷിക്കാൻ ഒരു അവസരം. അമ്മ കഞ്ഞി കുടിച്ചേ. അരി വേവിച്ചാലേ ചോറും കഞ്ഞിയൊക്കെ ആവുള്ളൂ. വെറുതെ ചൂടുവെള്ളത്തിൽ അരിയിട്ട കഞ്ഞിയാവോ? കുറച്ചുകൂടെ വേവാനുണ്ടല്ലേ? ആ, എനിക്കും തോന്നിയായിരുന്നു. എന്നാ വേവിച്ചിട്ട് കൊണ്ടുവന്നൂടെ? ഇപ്പം വേവിച്ചു തരാം അമ്മ. സമാധാനം തരൂല. അമ്മ, ദേ കഞ്ഞി കുടിച്ചാട്ട്. വേവിച്ചതല്ലോ ആണോ? അത് ശരി. ഇതൊക്കെ വെച്ചുണ്ടാക്കിക്കൊണ്ടെന്ന് എന്നെ വേണം പറയാൻ. വേണ്ട, തിരിച്ചോണ്ടോട്ടെ? വേണ്ട, കൊണ്ടുവന്ന സ്ഥിതിക്ക് കുടിക്കാം. കുറെ മരുന്ന് കഴിക്കാനുണ്ടല്ലോ. കഞ്ഞി കോരി തരട്ടെ? എന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല. ഇതേ നല്ല ചൂടാ, ദേഹത്തോട്ട് മറിഞ്ഞു വീണാലും മൊത്തം അങ്ങ് പൊള്ളിപ്പോവും. എന്നാ പിന്നെ ചോദിക്കണം എന്തിനാ? കോരി തന്നൂടെ? അങ്ങോട്ട് നീങ്ങിയിരിക്കും. വാ തുറക്ക്. എങ്ങനെയുണ്ടമ്മ? കുഴപ്പമില്ല. എന്ത് അമ്മ കരയുന്നാ? തിളച്ച കഞ്ഞിയും കൊടുത്തു തൊണ്ടേ മുള്ളി കണ്ണീന് വെള്ളവും വന്ന്. നോക്കി പേടിപ്പിക്കുന്നോ? കുടി കുടി. എനിക്ക് മതി. 2 സ്പൂൺ കൂടി കുടിക്കേ. എനിക്ക് മതി. എന്ന് ഞാൻ മരുന്നെടുത്ത് തരട്ടെ? ഇപ്പൊ കഞ്ഞി കുടിച്ചതല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് മതി. നീ വേറെ വല്ലതും വേണോ? കുറച്ച് സമാധാനം. സമാധാനിച്ച് അവിടെ കിടക്കും. എന്തേ എത്തി നോക്കുന്നത്? എന്താ എനിക്ക് നോക്കാൻ പാടില്ലേ? അയക്കോ അയക്കോ. അമ്മ, അമ്മ കഞ്ഞി റെഡി. അമ്മ, അയ്യോ ഉറങ്ങിപ്പോയോ?